രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള പരസ്യം പ്രസിദ്ധീകരിച്ച് മലയാള മനോരമ ദിനപത്രം. കാശ്മീരിനെ പ്രത്യേക രാജ്യമെന്ന പോലെ അവതരിപ്പിച്ചുള്ള പരസ്യം സാന്റാ മോണിക്ക ടൂർ കമ്പനിയുടേതാണ്. ഭാരതത്തിൻ്റെ തല വെട്ടി അവതരിപ്പിച്ച പരസ്യത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ, രാഷ്ട്ര വിരുദ്ധ സ്വഭാവമുള്ള പരസ്യമാണ് മലയാള മനോരമ തങ്ങളുടെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാശ്മീരിനെ പ്രത്യേക രാജ്യം എന്ന പോലെയാണ്, അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പരസ്യമുള്ളത്. സാന്റാ മോണിക്ക ടൂർ കമ്പനിയുടേതാണ് പരസ്യം. ഭാരതത്തിൻ്റെ തല വെട്ടി അവതരിപ്പിച്ചിരുന്ന പരസ്യത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് എന്നുള്ളതാണ്. അതായത് വിവിധ രാജ്യങ്ങളിലേക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യത്തിലാണ് കാശ്മീരിനെ പ്രത്യേക രാജ്യം എന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ, രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ളൊരു പരസ്യമാണ് മലയാള മനോരമ ദിനപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സാന്റാ മോണിക്ക എന്ന ടൂർ കമ്പനിയുടേതാണ് പരസ്യം. കാശ്മീരിനെ ഒരു പ്രത്യേക രാജ്യം എന്ന രീതിയിലാണ് ഈ ഒരു പരസ്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും പൊതുവെ ഭീകര സംഘടനകളാണ് കാശ്മീരിനെ ഇന്ത്യയുടെ ഘടകമല്ല അത്തരത്തിൽ വിഭജിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പരസ്യം തന്നെയാണ് മലയാള മനോരമയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 29-ാം തീയതി രാവിലെ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ മുൻഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ആ പത്രത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് 193 രാജ്യങ്ങളിലെ ടൂറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. അങ്ങനെ സാന്റാ മോണിക്ക എന്ന ഒരു പരസ്യ കമ്പനി, ട്രാവൽസ് കമ്പനി നൽകിയ പരസ്യത്തിലാണ് ഇന്ത്യയുടെ ഭാഗമല്ലാതെയാണ് കാശ്മീർ എന്ന നിലപാട് വ്യക്തമാക്കുന്ന തരത്തിൽ ആ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങൾ ഉള്ളപ്പോൾ ആ രാജ്യങ്ങളുടെ ഒന്നും തന്നെ സംസ്ഥാനങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാശ്മീരിനെ പ്രത്യേക രാജ്യമാക്കി കാണിച്ചുകൊണ്ടാണ് ഈ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഇന്ത്യ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു. കാശ്മീർ എന്ന സംസ്ഥാനത്തെ മറ്റൊരു രാജ്യമാക്കി കാണിച്ചുകൊണ്ട് അതിനെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ആ ചിത്രത്തിന്റെ രൂപരേഖ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭീകരവാദ ശക്തികൾ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ ശക്തികൾ സാധാരണഗതിയിൽ നടത്തുന്ന ഒരു നിലപാടുകൾക്ക് സമാനമായ രീതിയിലുള്ള ഒരു പരസ്യം തന്നെയാണ് സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനി നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിൽ മനോരമ പോലും ഈ വിഷയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടില്ല. കാരണം കേന്ദ്ര നിയമപ്രകാരം ഇത്തരത്തിൽ രാജ്യത്തെ വിഭജിച്ച് കാണിക്കുന്നത് നിയമപരമായി തെറ്റാണ്, നിയമസാധുത ഇല്ലാത്ത കാര്യങ്ങളാണ്. ആ ഒരു പത്രത്തിനെതിരെ തന്നെ കേസെടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഈ പരസ്യം നൽകിയ കമ്പനിക്കെതിരെയും സാന്റാ മോണിക്ക എന്ന കമ്പനിക്കെതിരെയും കേസെടുക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ്. പക്ഷേ ഈ നിലവിൽ ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് 29-ാം തീയതി മനോരമ പത്രത്തിൽ അച്ചടിച്ചു വന്ന ഈ പരസ്യം മുൻ പേജിലാണ്. മനോരമ എന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമ പത്രത്തിൽ വന്ന ആ ഒരു വാർത്തയോട് ഇതുവരെയും ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആ ഒരു പരസ്യത്തോട് ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഭീകരവാദ സംഘടനകൾ, ഭീകരവാദ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പരാമർശങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, കാശ്മീർ മറ്റൊരു രാജ്യമാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ നിലപാട് തന്നെയാണ് മനോരമ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പരസ്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു 193 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് എന്ന കമ്പനി, ആ കമ്പനി നടത്തുന്ന ആ ഒരു ടൂറിസ്റ്റിന്റെ അവർക്ക് വിനോദസഞ്ചാരങ്ങൾ നടത്താനുള്ള ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ 193 രാജ്യങ്ങളിലും തങ്ങൾക്ക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിലെല്ലാം തങ്ങൾ സഞ്ചാരങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ പരസ്യത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത്. ആ പരസ്യത്തിൽ റഷ്യയുടെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും മറ്റു 193 രാജ്യങ്ങളുടെയും പേരുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിൽ
കാശ്മീരിനെ പ്രത്യേകിച്ച് കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സാന്റാ മോണിക്ക എന്ന സാന്റാ മോണിക്ക എന്ന ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് കമ്പനി നൽകിയ പരസ്യത്തിലുള്ളത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. രാജ്യവിരുദ്ധതയാണ്, ദേശവിരുദ്ധതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള കേന്ദ്ര നിയമപ്രകാരം നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി വിനീഷ, രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള പരസ്യം പ്രസിദ്ധീകരിച്ച് മലയാള മനോരമ ദിനപത്രം കശ്മീരിനെ പ്രത്യേക രാജ്യമെന്ന പോലെയാണ് പരസ്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സാന്റാ മോണിക്ക ടൂർ കമ്പനിയുടേതാണ് പരസ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു വി വിനീഷ്.